ഓക്കെ, അസ്സാം വലൈക്കും വറഹമത്തുള്ള. അപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട തിയറികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഇതിലെ ജേണൽ എൻട്രി, അതുപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റു ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. 2022 ജൂണിലെ പബ്ലിക് എക്സാം, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം, 23 അതുപോലെ തന്നെ 24, 25. അപ്പോൾ ഈ 4 വർഷത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ചിട്ട് നമ്മൾ എന്താവുന്നത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ 90% മാർക്ക് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഇതിൽ നിന്ന് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ചാപ്റ്ററിൽ 90% മാർക്ക് നോക്കുക. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എറർ ഓഫ് കമ്മീഷൻ. ഇവിടെ താഴെ 4 സാധനം കൊടുത്തിട്ടുണ്ട്. അതിൽ എറർ ഓഫ് കമ്മീഷൻ ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കുക, ഒന്നാമത്തത് വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. അതായത് ഒരു മെഷീനറി നമ്മൾ വാങ്ങുന്ന സമയത്ത് ആ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്ക് നമ്മളെന്താവും, കൂലി കൊടുക്കും. ആ കൂലി ഇവിടെ വേജസ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങുന്ന സമയത്ത് ആ ഫിക്സഡ് അസറ്റ് പ്രവർത്തന യോഗ്യമാവുന്ന സമയം വരെയുള്ള എല്ലാ ചിലവും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചിലവ് നമ്മൾ ഏതിലാണ് ചേർക്കേണ്ടത്? ആ ഫിക്സഡ് അസറ്റിൽ തന്നെയാണ് ചേർക്കേണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ജേണൽ എൻട്രി വേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത്. മെഷീനറി അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് വേണ്ടത്. പക്ഷെ രേഖപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയോ? ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. വേജസ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്തത്. അതായത് ഇവിടെ ഇപ്പം ഡെബിറ്റ് ചെയ്തത് മെഷീനറിയാണ്. ഇതിൻ്റെ സ്ഥാനത്ത് ഇവർ രേഖപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയോ? വേജ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് എന്നാണ് രേഖപ്പെടുത്തിയത്. ഇത് ഏത് ടൈപ്പ് എററാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ അക്കൗണ്ട് തമ്മിൽ എന്തായതാണ് മാറിയാണ്. രണ്ടും ഡെബിറ്റ് സൈഡാണ്, പക്ഷേ അക്കൗണ്ട് തമ്മിൽ എന്തായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയട്ടോ. ഓക്കെ, അപ്പോൾ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ മിക്കവാറും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും ചോദ്യമാണ് ഉണ്ടാവുക, എന്താക്കുക പ്രതീക്ഷിക്കുക. രണ്ടാമത്തെ നോക്ക്, അപ്പോൾ അത് എറേഴ്സ് ഓഫ് കമ്മീഷൻ അല്ല, പകരം എന്താണ് അത്? എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളാണ്. രണ്ടാമത്തെ സാധനം, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പൈസ കൊടുത്തിട്ട് എന്താക്കി സാധനം വാങ്ങി, പക്ഷേ നോട്ട് റെക്കോർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ എന്തായില്ല, അത് രേഖപ്പെടുത്തിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ നോട്ട് റെക്കോർഡ്, അതല്ലെങ്കിൽ നോട്ട് എൻഡേഡ്, അതല്ലെങ്കിൽ എൻഡേഡ് ഓൺലി വെച്ചിട്ട് വരികയാണെങ്കിൽ, അതായത് ഒരു ഭാഗം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ, അതല്ലെങ്കിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഏതാണ്? എറേഴ്സ് ഓഫ് ഒമിഷൻ ആണ്. ഒമിഷൻ എന്ന് പറഞ്ഞാൽ വിട്ടു പോവുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സാധനം എറേഴ്സ് ഓഫ് ഒമിഷൻ ആണ്, അതെന്തല്ല എറേഴ്സ് ഓഫ് കമ്മീഷൻ അല്ല. ഇനി മൂന്നാമത്തെ സാധനം നോക്ക്, എറേഴ്സ് ഓഫ് റോങ് ബാലൻസ് ഓഫ് ഫർണിച്ചർ അക്കൗണ്ട്. ഫർണിച്ചർ അക്കൗണ്ട് ആക്കുന്ന സമയത്ത് ബാലൻസ് ചെയ്തിരുന്നു, ലെഡ്ജറിൽ ബാലൻസ് ചെയ്യാം, ഇതാണ് ലെഡ്ജർ. ഓക്കെ, അപ്പോൾ ലെഡ്ജറിൽ ബാലൻസ് ചെയ്തിരുന്ന സമയത്ത് എന്തായിരുന്നു, തെറ്റിപ്പോയി എന്നാണ് പറഞ്ഞത്. ബാലൻസ് ചെയ്തിരുന്ന സമയത്ത് റോങ് ബാലൻസാണ് ചെയ്തത്. അങ്ങനെ ഈ റോങ് ബാലൻസിങ് ഒക്കെ ഏതിലാണ് പെടുക? എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ് പെടുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ വേറെ നാലാമത്തെ സാധനം കൂടെ നോക്ക്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് വിറ്റത് രേഖപ്പെടുത്തിയത് സെയിൽസ് അക്കൗണ്ടിലാണ്. ഫിക്സഡ് അസറ്റ് വിൽക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട് ആ ഫിക്സഡ് അസറ്റിൻ്റെ പേര് തന്നെ എന്താക്കണം, രേഖപ്പെടുത്തണം. അപ്പോൾ നോക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു, ഇവിടെ വിറ്റത് എന്താണ്, ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ നമ്മൾ ഫർണിച്ചറാണെന്ന് വിചാരിക്കുക, ഫിക്സഡ് അസറ്റ് ഇങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഇവർ രേഖപ്പെടുത്തിയ എങ്ങനെയാണെന്ന് അറിയോ? ടു സെയിൽ അക്കൗണ്ട് എന്നാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇതെന്താണ് സംഭവം? എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളാണ്. അക്കൗണ്ട് തമ്മിൽ എന്തായതാണ്, മാറിപ്പോയതാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്, എറേഴ്സ് ഓഫ് കമ്മീഷൻ. ഓക്കെ, ഇനി അടുത്ത സാധനം 5 മാർക്കിൻ്റെ ചോദ്യമാണ്. പക്ഷേ ഇത് 5 മാർക്ക് നിങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കണ്ട. ഇത് വളരെ സിമ്പിളാണ്. ചോദ്യം എങ്ങനെയാണുള്ളത്? ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സാധനം തന്നിട്ടുണ്ട്. ഈ സാധനം എന്താക്കണം, നിങ്ങൾ ട്രയൽ ബാലൻസിലേക്ക് മാറ്റണം. ഡെബിറ്റ് ക്രെഡിറ്റ് ഇങ്ങനെ ഇതിലേക്ക് മാറ്റണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒറ്റ സാധനം മാത്രം നോക്കിയാൽ മതി. അസറ്റും എക്സ്പെൻസും നിങ്ങൾ ഡെബിറ്റ് ഭാഗത്ത് ഇടുക, ലയബിലിറ്റി അതുപോലെ തന്നെ ഇൻകം ഇത് രണ്ടും എന്താക്കുക, ക്രെഡിറ്റ് ഭാഗത്തേക്ക് ചേർക്കുക. ഇത് മാത്രം നിങ്ങൾ എന്താക്കിയാൽ മതി, ചെയ്താൽ മതി. അപ്പോൾ നോക്ക്,
ക്യാഷ് അറ്റ് ബാങ്ക്, നമ്മളെ ബാങ്കിൽ ക്യാഷ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അസറ്റാണ്. ഇപ്പോൾ ഡെബിറ്റ് ഭാഗത്ത്, ഇതവിടെ ഡെബിറ്റ് ഭാഗത്ത് രേഖപ്പെടുത്തി. രണ്ടാമത് സെയിൽസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, നമുക്ക് വരുമാനമാണ്. വരുമാനത്തിലൂടെ നമുക്ക് സെയിൽസ് കിട്ടുന്നത്. അപ്പോൾ അത് ഇൻകമാണ്. ഇൻകം ഇവിടെ ക്രെഡിറ്റ് ഭാഗത്താണ് ഉണ്ടാകുക. ഇവിടെ കണ്ടോ, ക്രെഡിറ്റ് ഭാഗത്ത്. അടുത്ത ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. കിട്ടാനുള്ളത് എന്താണ്, അസറ്റാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പെൻസ് ആണ്. അതേസമയം പേബിൾ എന്ന് പറഞ്ഞാൽ അത് ലയബിലിറ്റിയാണ്. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻകാണ്. അതേസമയം റിസീവബിൾ എന്ന് പറഞ്ഞാൽ അത് അസറ്റാണ്. ഒന്നുകൂടെ നോക്കുക. പെയ്ഡ് എന്ന് പറഞ്ഞാൽ അടച്ചു എന്നാണ്. അടച്ചത് നമ്മൾ ചിലവിലാണ് രേഖപ്പെടുത്തുക. പേബിൾ എന്ന് പറഞ്ഞാൽ അടക്കാനുള്ളത് എന്നാണ്. നമുക്ക് അടക്കാനുള്ളതാണ്, പക്ഷേ അടച്ചിട്ടില്ല എന്നർത്ഥം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ കിട്ടിയ സാധനം നമ്മൾ ഇൻകത്തിലാണ് ചേർക്കുക. അതേസമയം റിസീവബിൾ എന്ന് പറഞ്ഞാൽ കിട്ടിയില്ല, കിട്ടാനുള്ളതാണ്, അതിന് നമ്മൾ അസറ്റിലാണ് എന്താവുക, ചേർക്കുക. അപ്പോൾ ഇവിടെ നോക്ക്, ബിൽസ് റിസീവബിൾ കിട്ടാനുള്ളതാണ്. കിട്ടാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസറ്റാണ്. അസറ്റ് എവിടെ രേഖപ്പെടുത്തണം, നമ്മൾ പറഞ്ഞ ഡെബിറ്റിലാണ്. ഇവിടെ കണ്ടങ്ങൾ ഡെബിറ്റ് രേഖപ്പെടുത്തിയത്. മൂന്നാമത്തെ സാധനം ബാങ്ക് ലോണാണ്. ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. ലോൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ലയബിലിറ്റിയാണ്. അപ്പോൾ അത് ക്രെഡിറ്റ് ഭാഗത്ത്. അടുത്ത കമ്മീഷൻ പെയ്ഡ് എന്നാണ്. ഇവിടെ കണ്ടോ പെയ്ഡ് എന്നുള്ളത്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എവിടെ വരിക, ഡെബിറ്റ് ഭാഗത്താണ്, നമ്മളോട് രേഖപ്പെടുത്തി. അടുത്ത പർച്ചേസ് റിട്ടേൺ ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, പർച്ചേസിൻ്റെ ഓപ്പോസിറ്റാണ് പർച്ചേസ് റിട്ടേൺ ഉണ്ടാവുക, സെയിൽസിൻ്റെ ഓപ്പോസിറ്റാണ് സെയിൽസ് റിട്ടേൺ ഉണ്ടാവുക. അപ്പോൾ പർച്ചേസ് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഡെബിറ്റ് ഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ഭാഗത്താണ് ഉണ്ടാവുക. സെയിൽസ് ഇൻകമാണ്, സെയിൽസ് ഇൻകാണ്, ഇൻകം ക്രെഡിറ്റ് ഭാഗത്താണ് ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡെബിറ്റ്, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ഭാഗത്താണ് ഉണ്ടാകുക. പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ഭാഗത്ത്. ഓക്കെ. നെക്സ്റ്റ് മെഷീനറി. മെഷീനറി എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റ് ഇതവിടെ ഡെബിറ്റ് ഭാഗത്ത്. അടുത്ത പർച്ചേസ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് ഭാഗത്ത്. അടുത്ത ക്രെഡിറ്റേഴ്സ്, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളതാണ്, അത് ലയബിലിറ്റിയാണ്, ക്രെഡിറ്റ് ഭാഗത്ത്. അടുത്ത ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, മുതലാളി കൊണ്ടുവരുന്ന പൈസക്കാണ്, ആ പൈസ തിരിച്ച് കൊടുക്കേണ്ട പൈസയാണ്. അതും സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ക്രെഡിറ്റ് ഭാഗത്താണ് ഉണ്ടാകുക, അവിടെ ക്രെഡിറ്റ് ഭാഗത്ത്. അപ്പോൾ അത് വളരെ സിമ്പിളാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളൊന്നും നോക്കരുത്. ഈ ഒരൊറ്റ തിയറി മാത്രം എന്താക്കുക, ഫോക്കസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ എന്താക്കുക, ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി നമ്മൾ അടുത്ത് പറയാനുള്ളത്, നെയിം ഓഫ് ദ അക്കൗണ്ട് വിച്ച് ഈസ് ടെമ്പററിലി ഓപ്പൺ ടു അഗ്രി ദ ട്രയൽ ബാലൻസ് ആർട്ടിഫിഷ്യലി. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഈ ട്രയൽ ബാലൻസ് നോക്ക്, നമുക്കിവിടെ ബാലൻസ് ഒന്നും ആക്കേണ്ടി വന്നില്ല, അല്ലാണ്ട് തന്നെ ഇത് രണ്ടും ഒരേ എമൗണ്ട് കിട്ടിയില്ലേ. ഇങ്ങനെ എമൗണ്ട് കിട്ടാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ സമയം അതിൽ സമയം കളയാനൊന്നും കഴിയൂല. അപ്പോൾ നമ്മൾ എന്താക്കുന്നു, കൃത്രിമമായിട്ട് നമ്മൾ അതങ്ങോട്ട് ടാലിയാക്കും. ചിലപ്പോൾ ഇവിടെ 1,49,000 ഉണ്ടെന്ന് വിചാരിക്കുക, 1,49,000, ഇവിടെ 1,45,000 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താക്കുന്നത്, നമ്മൾ സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എന്താക്കുന്നു, ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തായിട്ട് എവിടെയാണോ കുറവുള്ളത് അവിടെ 2,000 ചേർത്തായിട്ട് എന്താക്കുന്നു, ഇവിടെ നമ്മൾ 1,49,000 ചെയ്തു. അതാണ് ഇപ്പോൾ ഇവിടെ ഈ ചോദിച്ചത്. നെയിം ദ അക്കൗണ്ട്. അക്കൗണ്ടിൻ്റെ പേര് ഏതാണ്, ഏത് അക്കൗണ്ടാണെന്നറിയോ, വിച്ച് ഈസ് ടെമ്പററിലി ഓപ്പൺഡ്. ആ അക്കൗണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് എന്താണ്, തുറക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു അഗ്രി, യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്, ട്രയൽ ബാലൻസിനെ യോജിപ്പിക്കാൻ, ഈ രണ്ട് എമൗണ്ട് തമ്മിൽ യോജിപ്പിക്കാൻ, ആർട്ടിഫിഷ്യലി കൃത്രിമമായിട്ട്. യഥാർത്ഥത്തിൽ യോജിച്ചിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ കൃത്രിമമായിട്ട് അതിനെ യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ തുറക്കുന്ന അക്കൗണ്ട് ഏതാണ്, അതാണ് എന്ത്, ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, സസ്പെൻസ് അക്കൗണ്ട്, ടെമ്പററി അക്കൗണ്ട്. ഇതിൻ്റെ പേരാണ് സസ്പെൻസ് അക്കൗണ്ട്. അർത്ഥം ആലോചിച്ചാൽ ടെമ്പററി നിന്ന് ഇതെടുത്തിട്ടോ, സസ്പെൻസ് അക്കൗണ്ടാണ്. ഇനി അടുത്ത സാധനം നോക്ക്, ഇതങ്ങനെ ചോദിക്കാത്തൊരു ചോദ്യമാണ്, എന്നാലും നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ഡേയ്സ് ഓഫ് ഗ്രേസ്? എന്താണ് ഈ ഡേയ്സ് ഓഫ് ഗ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമ്മൾ പൈസ എടുക്കുകയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തുണ്ടാകുന്നു, നമുക്കൊരു ബില്ല് അടക്കാനുള്ളൊരു ദിവസം, ഒരു 15-ാം തീയതി നമുക്ക് ബില്ല് അടക്കാണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ബില്ല് ഡ്യൂ ഡേറ്റ് എന്നാണ് പറയാം. ഈ ബില്ല് അടക്കാൻ 15 ദിവസമാണ്, 15-ാം തീയതിയാണ് നമ്മൾ ഈ ഡ്യൂ ഡേറ്റ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം എന്താവുന്നു, നമുക്ക് ബാങ്കുകാർ അതല്ലെങ്കിൽ ആരാണോ അത് നമുക്ക് പിന്നെ ഈ ക്യാഷ് അനുവദിച്ച് തന്നത്, അവരൊരു 3 ദിവസം കൂടെ എന്താക്കുന്നു, ഇതിൻ്റെ കൂട്ടത്തിൽ അധികം നമുക്ക് അടക്കാനുള്ള സമയം തരും. ഈ 3 ദിവസത്തിന് നമ്മൾ പറയുന്ന പേരാണത് ഗ്രേസ് പീരീഡ്, അതല്ലെങ്കിൽ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഡ്രോയി ഈസ് ഗിവൺ, നൽകപ്പെടുന്നു 3 എക്സ്ട്രാ ഡേയ്സ്, 3 അധിക ദിവസം, ഫോളോയിങ് ദ ഡ്യൂ ഡേറ്റ്, ഡ്യൂ ഡേറ്റിന് പുറമേ, ഫോളോയിങ് എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്നുകൊണ്ട്,
ഓഫ് ദ ബിൽ ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ്, ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. ദീസ് 3 days ആർ നോൺ, ഈ 3 ദിവസത്തിനാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് എന്താണെന്ന് പറയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ കസ്റ്റം ടു ആഡ് ദ ഡേയ്സ് ഓഫ് ഗ്രേസ്. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഡ്യൂ ഡേറ്റിന് പുറമെ കിട്ടുന്ന അധികമുള്ള 3 ദിവസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഈ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ സാധാരണ ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ പൈസ ഇപ്പോൾ 15-ാം തീയതി അടക്കാണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ 15-ാം തീയതി അടച്ചില്ല, എന്നാൽ 15-ാം തീയതി അടച്ചില്ല എന്ന് വെച്ചിട്ട് അന്ന് തന്നെ നമ്മൾ സിബിൽ റിപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. സിബിൽ സ്കോർ നമ്മൾ അടുത്ത 3 ദിവസത്തിനുള്ളിൽ എന്താക്കിയാൽ മതി, അടച്ചാൽ മതി. അപ്പോൾ ഈ 3 ദിവസം വരെ അഡീഷണൽ ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. ഈ 3 ദിവസത്തിന് പറയുന്ന പേരാണത് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഗ്രേസ് പീരീഡ് എന്നൊക്കെ പറയലുണ്ട്. ഇനി അടുത്ത സാധനം, എ ട്രയൽ ബാലൻസ് ഈസ് ഗിവൺ ബിലോ. താഴെ ഒരു ട്രയൽ ബാലൻസ് കൊടുത്തിട്ടുണ്ട്. റീറൈറ്റ്, അതൊന്ന് പുതുക്കി എഴുതണം കേട്ടോ. ഇഫ് ദർ ഇസ് എനി മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം എന്താക്കിയാൽ മതി, പുതുക്കി എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ളതാണ്. നമ്മളെ ആ പോയിന്റ് നമ്മൾ ഒന്നുകൂടെ ഇവിടെ എഴുതുന്നുണ്ടോ, അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് ഭാഗത്ത്, ലയബിലിറ്റിയും ഇൻകം ക്രെഡിറ്റ് ഭാഗത്ത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ളതാണ്, അത് ക്രെഡിറ്റ് ഭാഗത്ത് തന്നെയാണ് എഴുതേണ്ടത്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാനുള്ളതാണ്, കിട്ടാനുള്ളതെന്ന് പറയുമ്പോൾ അസറ്റാണ്, ഡെബിറ്റ് ഭാഗത്ത് തന്നെയാണ് വേണ്ടത്. അഡ്വർടൈസ് എന്ന് പറഞ്ഞാൽ പരസ്യം എന്നാണ്. പരസ്യത്തിന് ചിലവ് കഴിച്ചത്, ചിലവ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഡെബിറ്റിലാണ് വരിക, പക്ഷേ ഇവിടെ രേഖപ്പെടുത്തിയത് എവിടെയാണ്, ക്രെഡിറ്റിലാണ്. അപ്പോൾ ഇവിടെ എന്താക്കണം, ഡെബിറ്റിലേക്ക് മാറ്റിയതാണ് 1300. ഇതിവിടെ വേണ്ട. അടുത്തത് കമ്മീഷൻ റിസീവ്ഡ് എന്നാണ്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ റിസീവ് ഇങ്ങോട്ട് കിട്ടിയത് നമ്മൾ ഇൻകം എന്നാണ് പറയുക. കിട്ടിയ പൈസയ്ക്ക് നമ്മൾ ഇൻകം എന്നാണ് പറയുന്നത്, കിട്ടാനുള്ളതല്ല കേട്ടോ, കിട്ടിയതാണ്, അതുകൊണ്ട് ഇൻകമാണ്. ഇൻകം ക്രെഡിറ്റ് ഭാഗത്താണ് ഉണ്ടാകുക, പക്ഷേ ഇവിടെ ഡെബിറ്റ് ഭാഗത്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ മാറ്റിയിട്ട് എന്താക്കണം, 5500 എന്താക്കണം, നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റിയതാണ്. അടുത്ത സാലറി എന്ന് പറഞ്ഞത് നമ്മളെ സ്ഥാപനം കൊടുക്കുന്നതാണ്, അതെന്താണ്, ചിലവാണ്, അത് അവിടെ തന്നെയാണ് വേണ്ടത്. ഡിസ്കൗണ്ട് അലോവഡ്. ഈ ഡിസ്കൗണ്ട് അലോവഡ് എന്ന് പറഞ്ഞ സാധനം 2 സാധനം ഉണ്ട്, ഒന്ന് ഡിസ്കൗണ്ട് അലോവഡും ഒന്ന് ഡിസ്കൗണ്ട് റിസോർവ്ഡും. അലോവഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടിനാണ് അലോവഡ് എന്ന് പറയാം, നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടിനാണ് നമ്മൾ റിസീവ് എന്ന് പറയാം. അപ്പോൾ നോക്കുക, എൻ്റെ കടയിൽ ഒരാൾ സാധനം വാങ്ങി, 1000 രൂപേൻ്റെ സാധനം വാങ്ങിയപ്പോൾ ഞാൻ 100 രൂപ എന്തായി ഡിസ്കൗണ്ട് കൊടുത്ത്, അതിന് നമ്മൾ അലോവഡ് എന്ന് പറയാം. ഈ ഡിസ്കൗണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചിലവാണ്. അപ്പോൾ ഡിസ്കൗണ്ട് അലോവഡ് എന്ന് പറയുന്നത് ചിലവാണ്. ചിലവ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഡെബിറ്റ് ഭാഗത്താണ് വരിക, അപ്പോൾ അത് ഇവിടെയാണ് ഉണ്ടാവുക. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, നമുക്ക് കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടിയെന്ന്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു വരുമാനം പോലെയാണ്. അപ്പോൾ അത് ഏത് ഭാഗത്താണ് ഉണ്ടാകുക, ക്രെഡിറ്റ് ഭാഗത്താണ് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ 73,100. ക്യാപിറ്റൽ എന്നുള്ള സാധനം ബിസിനസ് മുതലാളിക്ക് കൊടുക്കാനുള്ള ബാധ്യതയാണ്. അപ്പോൾ ലാബിലിറ്റി പെട്ടതാണെന്ത്, ക്യാപിറ്റൽ. ഈ ലാബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി ആട്ടോ. ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസൈഡ് ലാബിലിറ്റി, അതായത് സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള മുതലാളിക്ക് കൊടുക്കാനുള്ളതിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം, പുറത്തുള്ള ആൾക്ക് കൊടുക്കാനുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, ലാബിലിറ്റി എന്ന് പറയാം. അപ്പം ഇവിടെ ലാബിലിറ്റി ഏത് ഭാഗത്താണ് വേണ്ടത്, ക്രെഡിറ്റ് ഭാഗത്താണ് വേണ്ടത്, പക്ഷേ രേഖപ്പെടുത്തിയത് എവിടെയാണ്, ഡെബിറ്റ് ഭാഗത്താണ്. അപ്പോൾ ഇത് ഇവിടെ വെട്ടിയിട്ട് എന്ത് വേണം, അത് ഇവിടേക്കാണ് രേഖപ്പെടുത്തേണ്ടത്. അടുത്ത സാധനം ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മളെ കൈമുള്ള പൈസ നമ്മളെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്, അസറ്റ് ഡെബിറ്റ് ഭാഗത്ത് തന്നെയാണ് വരിക. അടുത്ത പർച്ചേസ് ആണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങുമ്പോൾ കൊടുക്കുന്ന പൈസയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചിലവാണ്. ചിലവ് ഡെബിറ്റ് ഭാഗത്താണ് വരേണ്ടത്, എക്സ്പെൻസ് ഇതാ ഡെബിറ്റ് ഭാഗത്താണ് വരേണ്ടത്, പക്ഷേ വന്നത് എവിടെയാണ്, ഇവിടെ ക്രെഡിറ്റ് ഭാഗത്താണ്. അപ്പോൾ അത് വെട്ടിയിട്ട് എന്താക്കണം, ഇവിടെ എഴുതണം. നെക്സ്റ്റ് സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, വരുമാനമാണ്. വരുമാനം എന്താ, ഇവിടെ ഈ കണ്ടില്ലേ, വരുമാനം ഏത് ഭാഗത്താണ്, ക്രെഡിറ്റ് ഭാഗത്താണ്. ഇവിടെ ഡെബിറ്റ് ഭാഗത്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താക്കണം, അത് ഇങ്ങോട്ട് മാറ്റി എഴുതണം, 1,00,000. അടുത്ത റിട്ടേൺ ഔട്ട്വാർഡ്. ഈ റിട്ടേൺ ഔട്ട്വാർഡും റിട്ടേൺ ഇൻവാർഡും 2 സാധനം ഉണ്ട്, എന്താണെന്നുള്ളതും എല്ലാം മനസ്സിലാക്കി വെക്കുക. ഒന്ന് റിട്ടേൺ ഔട്ട്വാർഡ്, പിന്നൊന്ന് റിട്ടേൺ ഇൻവാർഡ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സത്യത്തിൽ ഈ സാധനം ഒന്ന് സെയിൽസ് റിട്ടേണും പിന്നൊന്ന് പർച്ചേസ് റിട്ടേണുമാണ്. സെയിൽസ് റിട്ടേണും ഒന്ന് പർച്ചേസ് റിട്ടേണുമാണ്. റിട്ടേൺ രണ്ടിൻ്റെ അർത്ഥം റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരികെ പോകുക എന്നുള്ളതാണ്. ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് തിരികെ പോവുക എന്നുള്ളതാണ്. പുറത്തോട്ട് തിരികെ പോവുക എന്ന് പറയുന്ന അർത്ഥം എന്തെന്താ, അതായത് നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് സാധനം എന്താകാണ്, പുറത്തോട്ട് തിരികെ പോവുകയാണ്. പുറത്തോട്ട് തിരികെ പോകണമെങ്കിൽ മിക്കവാറും നമ്മൾ വാങ്ങിയ സാധനമാണ് പുറത്തോട്ട് തിരികെ പോവുക. അപ്പോൾ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ ആണ് നമ്മൾ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. ഇന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അകം എന്നാണ്. അപ്പോൾ അകത്തോട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞ സാധനം ഏതേക്കും, നമ്മൾ വിറ്റ സാധനമാണ് നമ്മളിലേക്ക് എന്താകുക, തിരിച്ചു വരിക. അപ്പോൾ ഇതെന്താണ്, സെയിൽസ് റിട്ടേൺ ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ അതേമാതിരി പർച്ചേസ് എക്സ്പെൻസ് ആണ്.
ഓക്കെ, അപ്പോൾ അത് ഡെബിറ്റ് ഭാഗത്താണ് ഉണ്ടാകുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് എന്തുണ്ടാകുക, പർച്ചേസ് റിട്ടേൺ ഉണ്ടാകുക. അപ്പോൾ പർച്ചേസ് റിട്ടേൺ എവിടെ, ക്രെഡിറ്റ് ഭാഗത്താണ് ഉണ്ടാകുക. ഇവിടെ പർച്ചേസ് റിട്ടേൺ കൊടുത്തത് എവിടെയാണ്, ഡെബിറ്റ് ഭാഗത്താണ്. അപ്പോൾ അതെന്താക്കണം, ക്രെഡിറ്റ് ഭാഗത്തേക്ക് മാറ്റണം. അടുത്തത് ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം എന്നാണ്. പക്ഷേ പൈസ തരാൻ ആൾ തന്നില്ല, അത് തരാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് എന്തുണ്ടാവും, അവിടെ തന്നെ ഉണ്ടാവും, എക്സ്പെൻസിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. അടുത്ത ക്യാരേജ് ഔട്ട്വാർഡാണ്. ഇതും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു സാധനമാണ്. ക്യാരേജ് ഔട്ട്വാർഡ്, ക്യാരേജ് ഇൻവാർഡ്, അങ്ങനെ രണ്ട് സാധനമുണ്ട്. ഇതും റിട്ടേണും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. ക്യാരേജ് ഇൻവാർഡ് രണ്ട് സാധനമുണ്ട്. ഈ ക്യാരേജ് ഔട്ട്വാർഡും ക്യാരേജ് ഇൻവാർഡും ഇത് രണ്ടും എന്താണ്, എക്സ്പെൻസ് ആണ്. പ്രത്യേകം മനസ്സിലാക്കുക, അത് രണ്ടും എന്താണ്, എക്സ്പെൻസ് ആണ്. പിന്നെ അത് രണ്ടും തമ്മിലുള്ള മാറ്റം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഒരു വസ്തു നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റ് ആയിത്തീരുന്നത് വരെയുള്ള ചിലവിനെയാണ് നമ്മൾ ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയാം. അതായി കഴിഞ്ഞതിന് ശേഷം കടകളിലൊക്കെ എത്തിച്ച് കൊടുക്കുമ്പോഴുള്ള ചിലവിനാണ് നമ്മൾ ക്യാരേജ് ഔട്ട്വാർഡ് എന്ന് പറയാം. അതായത് പിന്നെ നമ്മളിപ്പോൾ ഒരു ചെയർ ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ചെയർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ, പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെ ഫാക്ടറിക്ക് കൊണ്ടുവരുമ്പം നമ്മൾ വണ്ടിക്കൊക്കെ കൊടുക്കുന്ന ചിലവിനാണ് നമ്മൾ ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയുക. ഓക്കെ, അതേസമയം നമ്മൾ ചെയറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വ്യത്യസ്ത കടകളിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മൾ വണ്ടിക്ക് ക്യാഷ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പറയുന്നത് ക്യാരേജ് ഔട്ട്വാർഡ് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം ഉണ്ടാകും, ഇത് രണ്ടും എക്സ്പെൻസ് ആണെങ്കിൽ പിന്നെ എന്തിനാ അതിനെ വേർതിരിച്ച് എഴുതുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ആവശ്യം വരെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആക്കുന്ന സമയത്താണ്. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ രേഖപ്പെടുത്തുക ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അതേസമയം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുക ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഡയറക്റ്റ് എക്സ്പെൻസാണ് ക്യാരേജ് ഇൻവാർഡ് എന്ന് പറഞ്ഞത്, ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് ക്യാരേജ് ഔട്ട്വാർഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും എന്താക്കുന്നത്, വേർതിരിച്ച് എഴുതുന്നത് എന്നെന്താക്കുക, മനസ്സിലാക്കുക. അപ്പോൾ രണ്ട് എക്സ്പെൻസ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നോക്ക്, എക്സ്പെൻസ് ഏത് ഭാഗത്തുണ്ടാകുക, ഡെബിറ്റ് ഭാഗത്തുണ്ടാകുക. പക്ഷേ ഇവിടെ വന്നത് എവിടെയാണ്, ക്രെഡിറ്റ് ഭാഗത്താണ്. അപ്പോൾ അത് മാറ്റിയിട്ട് എന്താക്കണം, ഈ ഭാഗത്തേക്ക് രേഖപ്പെടുത്തണം. അടുത്ത വേജസ് എന്താണ്, ചിലവാണ്. ചിലവ് ഡെബിറ്റ് ഭാഗത്ത് തന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ഫർണിച്ചർ എന്നുള്ള സാധനം അസറ്റാണ്. അസറ്റ് ഏത് ഭാഗത്തുണ്ടാകുക, ഡെബിറ്റ് ഭാഗത്തുണ്ടാകുക. പക്ഷേ ഇവിടെ ക്രെഡിറ്റ് ഭാഗത്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതെന്താക്കണം, ഡെബിറ്റ് ഭാഗത്തേക്ക് കൊണ്ടുവരണം. ഇങ്ങനെയാണ് ഇത് റീറൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. സിമ്പിളാണ്, വലിയ ടഫൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾ 2023 മാർച്ചിൽ നമ്മൾ എത്തിട്ടോ. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ദീസ് ടൈപ്സ് ഓഫ് എറേഴ്സ് അഫക്റ്റ് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. അതായത് ട്രയൽ ബാലൻസിന് രണ്ട് സൈഡ് ഉണ്ടാവില്ലേ, ഈ രണ്ട് സൈഡുള്ള ട്രയൽ ബാലൻസിൻ്റെ രണ്ട് എമൗണ്ടുകൾ തമ്മിൽ എന്താവില്ല, എഗ്രിമെൻ്റ് ഉണ്ടാവില്ല. താഴെ പറയുന്ന ഏതോ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഒന്നുകൂടെ, ഒരു ഭാഗത്ത് 10,000 മറുഭാഗത്ത് 10,000 ആണെങ്കിൽ അത് നമ്മൾ അഗ്രി ആയി എന്ന് വിചാരിച്ച് നമുക്ക് തെറ്റില്ല എന്ന് പറയാൻ പറ്റൂല. ഓക്കെ, ചില സാധനങ്ങൾ തെറ്റിക്കഴിഞ്ഞാലും ഇവിടെ എന്താവും, ടാലി ആകും. പക്ഷെ ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഈ 4 തെറ്റിൽ ഏതോ ഒരു തെറ്റ് സംഭവിച്ചാൽ ഈ സാധനം എന്താവില്ല, ടാലി ആവില്ല. ഇതൊരേ എമൗണ്ട് എന്താവില്ല, കിട്ടൂല. ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് ഭാഗവും ക്രെഡിറ്റ് ഭാഗവും ഒരേ എമൗണ്ട് കിട്ടൂല. അത് ഏത് തെറ്റാണ്, നമുക്കൊന്ന് വിശകലനം ചെയ്യാം. എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ. എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട്, ഒമിഷൻ എന്ന് പറഞ്ഞാൽ വിട്ടു പോവാന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ഒരു ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കുക. 2 രൂപ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ എന്താക്കിയെന്നോ, രണ്ട് സൈഡിലും എന്തായില്ല, ആ എമൗണ്ട് എഴുതിയില്ല. ഇപ്പം നിലവിൽ ഇവിടെ എത്രയുള്ളത്, 10,000 ആണ്. ഇവിടെയും 10,000 ആണ്. ഈ സാധനം, ഈ ക്യാഷ് എന്നുള്ളത് നമ്മൾ ഡെബിറ്റ് ഭാഗത്താണ് രേഖപ്പെടുത്തുക. ഡെബിറ്റ് ഭാഗത്ത് രേഖപ്പെടുത്തുക. ക്യാപിറ്റൽ എന്നുള്ളത് ക്രെഡിറ്റ് ഭാഗത്ത്, ലയബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് ഭാഗത്ത് രേഖപ്പെടുത്തി. അപ്പോൾ ഇപ്പോൾ രണ്ട് സ്ഥലത്തും എന്തായി, 10,002 ഇനി ചോദ്യം എന്താണ്, കംപ്ലീറ്റ് ഒമിഷനാണ്. ഈ സാധനം മൊത്തം അങ്ങോട്ട് എഴുതാൻ വിട്ടുപോയി. എന്നാൽ ഇതിൻ്റെ അഗ്രിമെൻറ്റിൽ തെറ്റുണ്ടാവുമോ, ഇല്ല. കാരണം എന്താ, രണ്ട് സൈഡിലും 2 രൂപയല്ലേ കുറയണത്. അപ്പോൾ എമൗണ്ട് എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇനി അടുത്ത ചോദ്യം എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളാണ്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, അക്കൗണ്ട് മാറിപ്പോവുക. ഡെബിറ്റും ഡെബിറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റും ക്രെഡിറ്റ് തന്നെയാണ് മാറിപ്പോയത്. പക്ഷേ അക്കൗണ്ടുകൾ തമ്മിൽ എന്തായിട്ടുണ്ട്, മാറിപ്പോയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ ക്യാഷിന് പകരം ഇവിടെ ഡെപ്റ്റേഴ്സ് എന്നാണ് വിചാരിക്കുക. അക്കൗണ്ട് മാറിപ്പോയി, ക്യാഷിന് പകരം ഇവിടെ ഡെപ്റ്റേഴ്സ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ഇവിടെ 2 എന്ന് എഴുതും, മറ്റോടത്ത് 2 എന്ന് എഴുതും. അക്കൗണ്ടേ മാറിപ്പോളൂ, എമൗണ്ട് എന്താവില്ല, മാറിപ്പോകൂല. അപ്പം എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്തല്ല, നമ്മളെ ഈ അഗ്രിമെൻറ്റിനെ തെറ്റിക്കൂല.
മൂന്നാമത്തെ സാധനം കോമ്പൻസേറ്റിംഗ് എററാണ്. കോമ്പൻസേറ്റിംഗ് എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു തെറ്റിനെ വേറൊരു തെറ്റുകൊണ്ട് എന്താകുക, ഇല്ലാതാക്കുക. അതിനാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണം നോക്കുക. ഇവിടെ നമുക്കൊരു 1000 എഴുതാണ്ടായിരുന്നു. നമ്മൾ എഴുതിയത് 500 എന്നാണ്. തൊട്ടപ്പുറത്ത് നമുക്കൊരു 1500 എഴുതാണ്ടായിരുന്നു. നമുക്ക് 1000 എഴുതാണ്ടായിരുന്നു. അവിടെ നമ്മൾ എഴുതിയത് എത്രയാണ്? 500 എന്നാണ്. തൊട്ടപ്പുറത്ത് നമുക്കൊരു 1500 എഴുതാണ്ടായിരുന്നു. അവിടെ നമ്മൾ എഴുതിയത് 2000 എന്നാണ്. തെറ്റി എഴുതിയതാണ്. ടോട്ടലി നമ്മൾ എഴുതേണ്ടത് എത്രയാണ്? 1000 പിന്നെ ഒരു 1500 നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാകുക? 2500 ഉണ്ടാകുക. പക്ഷേ തെറ്റിയിട്ട് നമ്മൾ 1000 എഴുതുന്നതിനോട് നമ്മൾ 500 എഴുതി, 1500 എഴുതുന്നതിനോട് നമ്മൾ 2000 എഴുതി. ടോട്ടൽ എത്ര? 2500. ഓക്കെ. അപ്പോൾ അത് ഒരു തെറ്റിനെ വേറെ തെറ്റോട് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുക. ആ കോമ്പൻസേറ്റ് ചെയ്യുന്ന എന്താ? അത് തീരുമാനമായി പോകാന്നല്ലേ. അപ്പോൾ അതും എന്താവില്ല, എമൗണ്ടിനെ ബാധിക്കുന്ന കേസല്ല. എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷൻ, ഇതാണ് ഇവിടുത്തെ ഉത്തരം. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചിരിക്കണമെന്ന് അറിയാം? കുറച്ച് എഴുതാൻ വിട്ടുപോവുക. പാർട്ട് ഇവിടെ കണ്ടോ, പാർട്ട് വിട്ടുപോകുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഒന്നാമത്തെ സാധനം, അതായത് കംപ്ലീറ്റ് ഒമിഷനിൽ പറഞ്ഞത് 2 സൈഡും വിട്ടു പോകുക എന്നല്ലേ. ഒരു സൈഡ് മാത്രം വിട്ടു. ഇവിടെ ക്യാഷ് നിന്ന് 2000 എഴുതിയാണ്. അതേസമയം ഇവിടെ എന്തായാലും 2000 എഴുതിയിട്ടില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ 2000 കൂടും, ഇവിടെ 2000 കുറയും ചെയ്യും. ഇത് തമ്മിൽ എന്തായി? അഗ്രിമെൻ്റ് ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? ഇങ്ങനെ അഗ്രിമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലം ഏതാണെന്നാണ് ചോദിച്ചത്. ഇത് ചെയ്യൂല, ഇതും ചെയ്യൂല. ഇതാണ് എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷൻ ആണെന്ന് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത സാധനം, വേജസ് പെയ്ഡ് റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സ്. താഴെ കാണുന്ന തെറ്റുകൾ തിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കുക, 3 മാർക്കിൻ്റെ സാധനമാണ്. 3 മാർക്കാണ് 3 ചോദ്യം. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേജസ് പെയ്ഡ് 3000 കൂലി കൊടുത്ത് ഫോർ ദ എറക്ഷൻ ഓഫ് മെഷീനറി, അതായത് മെഷീനറി സ്ഥാപിക്കുക കേട്ടോ. മെഷീനറി സ്ഥാപിക്കുന്ന സമയത്ത് 3000 എന്താക്കി നമ്മൾ കൊടുത്ത്. പക്ഷേ ആ കൊടുത്തത് രേഖപ്പെടുത്തിയത് വേജസ് അക്കൗണ്ടിലാണ്. അപ്പോൾ ഇതിന് ജേണൽ എൻട്രി എങ്ങനെയാണ് വേണ്ടതെന്ന് നോക്കുക. നമ്മൾ ആദ്യം എങ്ങനെയാണ് വേണ്ടത് എന്നാട്ടെ നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ആദ്യം നമ്മൾ ഒരു പറയുന്ന സമയത്താണ് നമ്മൾ എന്താക്കണം? ജേണൽ എൻട്രി നമ്മളൊന്ന് എഴുതി നോക്കണം. അപ്പോഴേ നമുക്ക് കറക്റ്റ് തെറ്റെന്താണെന്ന് എന്താവുള്ളൂ മനസ്സിലാവുള്ളൂ കേട്ടോ. നോക്കുക, ഓക്കെ. മെഷീനറി സ്ഥാപിച്ച സമയത്ത് കൊടുത്ത പൈസ വേജസ് അക്കൗണ്ടിലേക്ക് ചേർത്തു. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് $3000 ഇങ്ങനെയാണുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് വേണ്ടിയിരുന്നത്. കാരണം എന്താണെന്നറിയോ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പുതിയൊരു സാധനം വാങ്ങുന്ന സമയത്ത് ആ സാധനം പ്രവർത്തനയോഗ്യമാവുന്നത് വരെയുള്ള എല്ലാ ചിലവും ആ ഫിക്സഡ് അക്കൗണ്ട് തന്നെയാണ് രേഖപ്പെടുത്തേണ്ടത്. പക്ഷേ ഇവരിവിടെ രേഖപ്പെടുത്തിയത് എങ്ങനെയാണ് നോക്ക്. ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ രേഖപ്പെടുത്തിയത് എങ്ങനെ? അവർ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ്. അപ്പോൾ എന്താ അവിടെ തെറ്റ്? ഇത് റോങ് എൻട്രി ആണ്. ഇതാണ് കൃത്യമായിട്ടുള്ള എൻട്രി. ഇപ്പം നിങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്ക്. ഇവിടെ ഒരു വേജസ് അനാവശ്യമായിട്ട് ഡെബിറ്റ് ഭാഗത്ത് കയറി. അപ്പോൾ നമ്മൾ എന്താക്കണം? ഇതിനെ ഇവിടുന്ന് ഒഴിവാക്കണം. അതിൻ്റെ പുറമെ മെഷീനറി എന്താക്കിയിട്ടുണ്ട്? ഇവിടെ വരേണ്ട സാധനമാണ്, അത് വന്നിട്ടുമില്ല. അപ്പോൾ അതിനെ വരുത്തും വേണം. അവരെഴുതിയെടുത്തും തെറ്റിച്ചെഴുതിയെടുത്തും പിന്നെ അതുപോലെ തന്നെ യഥാർത്ഥ എൻട്രിയിലും ക്യാഷ് എന്നുള്ളത് ക്രെഡിറ്റ് സൈഡ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താക്കേണ്ട, തൊടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഈ സാധനത്തെ എങ്ങനെ ഒഴിവാക്കുക? ഒരു വേജസ് അക്കൗണ്ട് ഇവിടെ അധികം വന്നില്ലേ? ഏത് ഭാഗത്ത് അധികം വന്നത്? ഡെബിറ്റ് ഭാഗത്ത്. അപ്പോൾ അതിന് ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതിയെന്നോ, അത് ക്രെഡിറ്റ് ഭാഗത്തൊന്ന് രേഖപ്പെടുത്തിയാൽ മതി. അപ്പം ടു വേജസ് അക്കൗണ്ട്, ഈ ഡെബിറ്റ് ഭാഗത്ത് 3000 അധികം വന്നു, അത് ക്രെഡിറ്റ് ഭാഗത്ത് ഏതിനോട് കൂടെ എന്തായി? ആ വേജസ് അക്കൗണ്ട് പോയി 3000. ഇനി ഇവിടെ വരേണ്ട സാധനം ഏതാണ്? മെഷീനറി ആണ്. അതിവിടെ വന്നിട്ടില്ല. അപ്പോൾ എന്താക്കിയാൽ മതി? ഇവിടെ മേലെ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു വേജസ് അക്കൗണ്ട്. ഇത്ര എന്തുള്ളൂ അതിൻ്റെ പരിപാടിയുള്ളൂ.
അപ്പോൾ നിങ്ങൾ എന്താക്കണമെന്നോ ജേണൽ എൻട്രി ഒന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കണം. എഴുതി നോക്കിയതിന് ശേഷമേ എന്താക്കാൻ പറ്റുള്ളൂ, നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 3 എൻട്രി ഞാനിവിടെ എഴുതിയിട്ടോ, ഒന്ന് മനസ്സിലാക്കുക. 3 എൻട്രി ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്, ഇനിയുള്ളതൊന്നും അങ്ങനെ വിശദീകരിക്കൂല കേട്ടോ. സമാനമായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നോക്കാം. ഒന്നാമത്തെ ജേണൽ എൻട്രി കറക്റ്റ് ജേണൽ എൻട്രി, അതായത് എങ്ങനെയാണ് വേണ്ടിയത് എന്നുള്ളത്. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു എമൗണ്ട് ഞാൻ എഴുതുന്നില്ല, മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഇങ്ങനെയാണ് വേണ്ടത്. അവർ എഴുതിയത് റോങ് എൻട്രി, എഴുതിയത് ഇങ്ങനെയാണ്, വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. മൂന്നാമത്തത് റെക്ടിഫൈ എൻട്രി, അതായത് നമ്മൾ തിരുത്തിയ എൻട്രി. തിരുത്തിയ എൻട്രി എന്ന് പറഞ്ഞത് എന്താണ്, ഇവിടെ വേജസ് ഡെബിറ്റ് ഭാഗത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ എന്താക്കണം, അത് അനാവശ്യമായിട്ട് അവിടെ വന്നതാണ്, അത് നമ്മൾ ക്രെഡിറ്റ് ഭാഗത്തേക്ക് ഇടുന്നു ടു വേജസ് അക്കൗണ്ട്. പിന്നെ മെഷീനറി ഇവിടെ ഡെബിറ്റ് ഭാഗത്ത് വരണം, അത് വന്നിട്ടില്ല, അപ്പോൾ എന്താക്കി, അത് ഡെബിറ്റ് ഭാഗത്ത് ഇട്ട് കൊടുത്തു. ക്ലിയർ ആണോ? ഇനി അടുത്ത ചോദ്യം, റെൻറ്റ് പെയ്ഡ് 2000 വാസ് ഫുള്ളി ഒമിറ്റഡ് ടു റെക്കോർഡ്. എന്താ പറഞ്ഞത്, റെൻറ്റ് കൊടുത്തിരുന്നു 2000-ൻ്റെ, അതെന്തായിന്നോ എഴുതാൻ വിട്ടുപോയി, റെക്കോർഡ് ചെയ്യാൻ എന്തായി വിട്ടുപോയി, അത് ഫുള്ളി ഒമിറ്റഡ് എന്നാണ് പറഞ്ഞത്, മൊത്തം വിട്ടുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താക്കിയാൽ മതി, ആ എൻട്രി നേരാണ്ട് എഴുതിയാൽ മതി. എന്താണോ ഒരു സാധനം ഒരു പിന്നെ റെൻറ്റ് കൊടുത്താൽ എന്താണോ ജേണൽ എൻട്രി ഉണ്ടാകുക, അത് ഡയറക്റ്റാണ്ട് എഴുതിയാൽ എന്തായി, പ്രശ്നം കഴിഞ്ഞ്. അപ്പോൾ നോക്കുക, റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, സിമ്പിളാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത സാധനം, സാലറി പെയ്ഡ് ടു രാജു. രാജുവിന് എന്താക്കി 4000 കൊടുത്ത്, അത് ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. ഓൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് എന്തായത്, അതിനെ ഡെബിറ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. നോക്കാം, ഇവിടെ ആദ്യം നമ്മൾ സാലറി കൊടുക്കുന്ന സമയത്ത് എന്താ ജേണൽ എൻട്രി എന്താ ഉണ്ടാവുക നോക്കുക. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് ശരിക്കുള്ള കറക്റ്റ് എൻട്രി. പക്ഷേ ഇവരെന്താ ചെയ്തതെന്ന് അറിയാം, പേഴ്സണൽ അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ചെയ്ത റോങ് എൻട്രി ഇങ്ങനെയാണ്, രാജു അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്, രാജുവിനെ ഇവിടെ വെറുതെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനെന്താക്കണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ റെക്ടിഫൈ എൻട്രിയിൽ ടു രാജു. പിന്നെ ഇവിടെ സാലറി എന്താക്കണം, ഡെബിറ്റ് ഭാഗത്ത് വരണം, അത് വന്നിട്ടില്ല, അപ്പോൾ എന്താക്കുക, അത് ഡെബിറ്റ് ഭാഗത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, 3 മാർക്കാണ്, വളരെ സിമ്പിളാണ്, കളയരുത്. ഓക്കെ, അടുത്ത പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ഫ്രം ദ ഫോളോയിങ്. താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്താക്കാന്നോ, ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അടിയിൽ ആൻസർ ഉണ്ട്, അതിൽ തെറ്റുണ്ടോ നോക്കിയാൽ മതി. ഈ ഒരു പിന്നെ പറയുന്ന റൂള് മാത്രം പിന്തുടരുക. അസറ്റും എക്സ്പെൻസും ലയബിലിറ്റീസും ഇൻകോ ആദ്യം തന്നെ അങ്ങോട്ട് തീരുമാനിക്കുക. ഓരോന്ന് ടിക്കറ്റ് ആയിട്ട് എന്താക്കിയാൽ തീരുമാനിച്ച് കൊടുക്കുക. തീരുമാനിച്ചതിന് ശേഷം അസറ്റ് എക്സ്പെൻസൊക്കെ ഡെബിറ്റ് ഭാഗത്ത് രേഖപ്പെടുത്തുക, ലയബിലിറ്റി ഇൻകോ ഒക്കെ എന്താക്കുക ക്രെഡിറ്റ് ഭാഗത്ത് രേഖപ്പെടുത്തുക. അതിൽ പിന്നെ ഒരു കാര്യം, പെയ്ഡ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പെൻസാണ് വരിക, പേബിൾ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയാണ് വരിക, റിസീവബിൾ എന്ന് പറഞ്ഞാൽ അസറ്റാണ് വരിക, റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻകാണ് വരിക. അതെപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവുക. ഇനി അടുത്ത ചോദ്യം എന്താണെന്നറിയോ, ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അക്കൗണ്ടാണ്, ഒരു പ്രിൻസിപ്പൽ ബുക്കാണ്, ഒരു സബ്സിഡറി ബുക്കാണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് നിങ്ങൾ ട്രയൽ ബാലൻസിൻ്റെ ഡെഫിനിഷൻ തന്നെ പഠിച്ചിട്ടുണ്ട്. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എന്താണ് തുടങ്ങുന്നത്, അപ്പോൾ അത് മറക്കണ്ട. അടുത്ത വീണ്ടും നമ്മൾ ചെയ്ത അതേപോലത്തെ ചോദ്യമാണ്. ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ടാട്ടോ സ്കിപ്പ് ചെയ്ത് പോണത്. പറഞ്ഞ അതേ തിയറി ആയിട്ട് എന്താക്കുക വെച്ചിട്ട് നോക്കുക. ഇനി ഇവിടെ അടുത്ത സാധനം, ഇതിൽ നിങ്ങൾ ഇവിടെ പറയാത്തൊരു സാധനമുണ്ട്, അണ്ടർ കാസ്റ്റും ഓവർ കാസ്റ്റും. അണ്ടർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറച്ച് എഴുതി പോവുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, 3000 ഉറുപ്പ്യക്ക് നമ്മൾ സാധനം വിറ്റു, പക്ഷേ നമ്മൾ 2000 രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് പറയാം. 3000 ഉറുപ്പ്യക്ക് 3000 ഉറുപ്പ്യൻ്റെ സാധനം വിറ്റു, പക്ഷേ 2000 രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറയും എന്തെന്നറിയോ, അണ്ടർ കാസ്റ്റ് 1000 എന്ന് പറയും. മനസ്സിലായോ? അതായത് 1000 ഉറുപ്പ്യ കുറച്ചിട്ടാണ് എഴുതിയത്.
1000 കുറച്ചിട്ടാണ് എഴുതിയത്. ഇനി ഓവർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കുക. 3000 സാധനമാണ്, പക്ഷെ രേഖപ്പെടുത്തിയത് 4000 അപ്പോൾ നമ്മൾ പറയും 1000 എന്താണ് ഓവർ കാസ്റ്റാണ്, അധികം എഴുതി പോയിട്ടുണ്ട്. ഓക്കെ, ഇനി അണ്ടർ കാസ്റ്റിൻ്റെ ഓവർ കാസ്റ്റിൻ്റെ സമയത്ത് എന്താ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറയണത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടങ്ങൾ പർച്ചേസ് ബുക്ക് അണ്ടർ കാസ്റ്റ് പോയി 1800, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വിചാരിക്കാം. ബാങ്ക് ഓഫ് ക്യാഷ് എന്താ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞില്ല. ഇത് ഞാൻ ഇതിൻ്റെ ജേണൽ എൻട്രി അല്ല കേട്ടോ എഴുതുന്നത്, ആ ജേണൽ എൻട്രിക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നാണ് പറയണത്. പർച്ചേസ് അക്കൗണ്ടിൽ ഇവിടെ നമ്മളൊരു ഇവിടെ 1800 അല്ലേ, 3000 ഇങ്ങനെയാണ് സത്യത്തിൽ ജേണൽ എൻട്രി വേണ്ടിയിരുന്നത്. പക്ഷേ എഴുതിയത് എങ്ങനെയാണെന്നറിയോ, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് 1200 എന്നാണ് എഴുതിയത്. അപ്പം ആ 3000 നിന്ന് 1200 കുറച്ചാൽ 1800 ഇവിടെ കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്താക്കണമെന്നോ, ഈ 1800 ജേണൽ എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ വളരെ സൂക്ഷിക്കുക, വളരെ സിമ്പിളാണ്. 1800 ജേണൽ എൻട്രി എങ്ങനെ എഴുതാൻ നോക്കുക. പർച്ചേസ് ഏത് ഭാഗത്താണ് സാധാരണ വരൽ? എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ഭാഗത്ത്. അപ്പോൾ ആ ഡെബിറ്റ് ഭാഗത്ത് എന്താക്കുക, വീണ്ടും ഒരു പർച്ചേസും കൂടെ കൊടുക്കുക. എന്നിട്ട് എന്താക്കുക എന്നറിയോ, എത്രയാണോ കുറവുള്ളത് അത് രേഖപ്പെടുത്തുക. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സാധനത്തെ നമ്മൾ എന്താക്കാന്നോ സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് കൊടുത്താൽ മതി. സസ്പെൻസ് അക്കൗണ്ട് 1800 എന്നിട്ടാൽ വിഷയം കഴിഞ്ഞു. ഇത് പർച്ചേസ് ആയതുകൊണ്ടാണ് ഡെബിറ്റ് ഭാഗത്ത് വന്നത് കേട്ടോ. കാരണം എന്താ, പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ഭാഗത്താണ് സാധാരണ ഗതിയിൽ വരിക. അപ്പോൾ പർച്ചേസിൽ ഒരു 1800 കൂടെ വേണമെന്ന് പറയുമ്പോൾ എന്താക്കുക, ഒരു പർച്ചേസും കൂടെ കൊടുക്കുക, എന്നിട്ട് എമൗണ്ട് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതിനെ കൂടുതൽ ഞാൻ വേറെ കാര്യം പറയുന്നുണ്ട്. ഈ അണ്ടർ കാസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ഓവർ കാസ്റ്റ് എന്നാക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ, 1800 അധികം എഴുതി. അപ്പോൾ പർച്ചേസിൽ 1800 അധികം എഴുതി എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ എന്താ വേണ്ടത്, പർച്ചേസിൽ 1800 നമ്മൾ കുറക്കണം. പർച്ചേസിൽ 1800 കുറക്കാൻ എന്താ ചെയ്യുക, കൂട്ടാനും നമ്മൾ പറഞ്ഞ് ഡെബിറ്റ് ഭാഗത്ത് എഴുതുക. അപ്പോൾ നിങ്ങൾ എന്താക്കിയാൽ മതി, ക്രെഡിറ്റ് ഭാഗത്ത് എഴുതിയാൽ എന്തായി, അത് കുറയും. അപ്പോൾ ടു പർച്ചേസ് 1800 മേലെന്താക്കുക, സസ്പെൻസ് അക്കൗണ്ട് എന്ന് അങ്ങോട്ട് കൊടുക്കുക. എന്നാൽ വിഷയം കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ കൂടുതൽ സെയിൽസും കൂടെ എന്താക്കുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. അത് പിന്നെ എന്താക്കൂല, ഞാൻ സെയിൽസ് വിശദീകരിക്കൂല. നോക്കുക, സെയിൽസിൽ 200 അണ്ടർ കാസ്റ്റ് ആണെന്ന് പറഞ്ഞ്, അതായത് സെയിൽസിൽ 200 കുറച്ച് എഴുതിയിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ സെയിൽസിൻ്റെ ജേണൽ എൻട്രി ആദ്യം വെറുതെ ഒന്ന് എഴുതി വെക്കുക. ഇതാണ് സെയിൽസിൻ്റെ ജേണൽ എൻട്രി. അപ്പോൾ സെയിൽസ് സാധാരണഗതിയിൽ എവിടെ വരിക, ക്രെഡിറ്റ് ഭാഗത്താണ് വരിക. അപ്പോൾ 200 കുറച്ച് എഴുതി എന്ന് പറയുമ്പോൾ വീണ്ടും എന്താക്കണം, ക്രെഡിറ്റ് ഭാഗത്ത് തന്നെയാണ് എഴുതേണ്ടത്. കാരണം കുറച്ചല്ലേ എഴുതി, അപ്പോൾ കൂട്ടാൻ എവിടെ എഴുതണം, ക്രെഡിറ്റ് ഭാഗത്ത് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ടു സെയിൽസ് കുറവ് മറ്റേ സൈഡിൽ എന്താക്കുക, സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് രേഖപ്പെടുത്തിയാൽ മതി. അത്രയേ ഉള്ളൂ. ഇനി സെയിൽസിൽ 200 അധികം എഴുതി എന്നാണ് വിചാരിക്കുക. സെയിൽസിൽ 200 എന്താണ്, അധികം എഴുതിയതാണ്. അധികം എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സെയിൽസിനെ കുറക്കുകയാണ് വേണ്ടത്. സെയിൽസിനെ കൂട്ടാൻ ക്രെഡിറ്റ് ഭാഗത്തല്ലേ, അപ്പോൾ കുറക്കാൻ എവിടേക്കും, ഡെബിറ്റ് ഭാഗത്തായിരിക്കും. സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല കേട്ടോ. ഇനി അടുത്ത ചോദ്യം, റെൻറ്റ് പെയ്ഡ് ടു ലാൻഡ് ലോഡ് 4000 റെൻറ്റ് കൊടുത്ത്, പക്ഷേ ലാൻഡ് ലോഡിൻ്റെ അക്കൗണ്ടാണ് അതായത് ഡെബിറ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. അതായത് റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് എഴുതേണ്ട കൊടുത്ത് ലാൻഡ് ലോഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് എന്തൊക്കെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് വിട്ടുതന്നു കേട്ടോ. അടുത്തത് വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി. നേരത്തെ വന്ന അതേ സാധനം മെഷീനറിക്ക് കൊടുത്ത്, മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുമ്പം കൊടുത്തത് വേജസ് അക്കൗണ്ട് രേഖപ്പെടുത്തി എന്നുള്ളത്. അടുത്തത് ക്യാഷ് റിസീവ്ഡ് ഫ്രം സാലിനി പോസ്റ്റഡ് ടു സാജിനി. അതായത് സാലിൻ്റെന്ന് ക്യാഷ് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവുക, ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ശാലിനി ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ രേഖപ്പെടുത്തി എങ്ങനെയാണെന്നറിയോ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സാജിൻ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, അനാവശ്യമായിട്ട് സാജിൻ എന്താക്കി ക്രെഡിറ്റ് ഭാഗത്ത് വന്നിട്ടുണ്ട്.
പിന്നെ വരേണ്ട സാലിന് എന്തായില്ല, വന്നിട്ടുമില്ല. രണ്ട് ഭാഗത്തും ഡെബിറ്റം തന്നെയാണ്, ക്യാഷ് തന്നെയാണ്. അപ്പോൾ പിന്നെ അതിൽ മാറ്റമില്ല. അപ്പം നമ്മൾ എന്താക്കിയാൽ മതി, അനാവശ്യമായിട്ട് ക്രെഡിറ്റ് ഭാഗത്ത് വന്ന സാജിനെ ഒഴിവാക്കാൻ നമ്മൾ എന്താക്കണം, ഓനെ പിടിച്ചായിട്ട് നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് ഇടണം. അപ്പോൾ ഇവിടെ സാജിൻ അക്കൗണ്ട്, ഡെപ്റ്റർ ടു സാലിൻ അക്കൗണ്ട്, ഇത്രയേ ഉള്ളൂ. ഇനി ക്യാപിറ്റൽ പർച്ചേസ് ഫ്രം അബുവിൻ്റെ നമ്മൾ സാധനം ക്രെഡിറ്റ് പർച്ചേസ് സാധനം വാങ്ങിയിരുന്നു, പക്ഷേ നോട്ട് റെക്കോർഡ് രേഖപ്പെടുത്തിയില്ല എന്ന്. അതങ്ങോട്ട് രേഖപ്പെടുത്തി വെച്ചാൽ മതി. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അബു ഇവിടെ ക്യാഷ് അല്ല, കാരണം അബു ക്രെഡിറ്റർ ആയതുകൊണ്ടാണ്. അബു എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ക്രെഡിറ്റ് പർച്ചേസ് ഒന്നും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മാറാനൊന്നുമില്ല. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ടിങ്ങിനെ പിന്നെ ബാലൻസ് തെറ്റി റോങ് ആയിട്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ അത് ഏതിലാണ് പെടുക, എറേഴ്സ് ഓഫ് കമ്മീഷൻ ആട്ടോ. നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. ഇതെന്തായാലും പഠിക്കണം കേട്ടോ. റൈറ്റ് ആൻഡ് 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് 2 ലക്ഷ്യം എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ 3 പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് അസർട്ടൈൻ ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ പിന്നെ കൃത്യത അസർട്ടൈൻ ചെയ്യാൻ, അളക്കാൻ വേണ്ടിയിട്ട്. ടു ഹെൽപ്പ് ലൊക്കേറ്റിംഗ് എറർ, തെറ്റുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഫൈനൽ അക്കൗണ്ട് ആയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് അത് ഉണ്ടാക്കുന്നതിൽ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കുക. ക്യാഷ് റിസീവ്ഡ് ഫ്രം അനിൽ വാസ് പോസ്റ്റഡ് ടു അഖിൽ. ഇത് നമ്മൾ നേരത്തെ പിന്നെ സജിന് സലീന് പറഞ്ഞതിൽ പെട്ടത് കേട്ടോ. അണ്ടർ ക്യാഷ് ഇത് അവിടെ ഞാൻ എന്താണെന്നില്ല പറയുന്നില്ല. ഇനി അടുത്ത നോക്കുക. അടുത്തത് ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സാധനമാണ്. അതെന്താണെന്നറിയോ, റിപ്പയർ ഓൺ മെഷീനറിക്ക് 3000 റിപ്പയർ ചെയ്യാൻ വേണ്ടി, റിപ്പയർ ചെയ്യാൻ വേണ്ടി 3000 കൊടുത്ത് അത് മെഷീനറി അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തിയത് എന്നുള്ളത്. അതായത് മെഷീനറി പിന്നെ സ്റ്റാർട്ടിങ്ങിൽ പ്രവർത്തനമാവുന്നത് വരെയുള്ള ചിലവ് മാത്രമേ മെഷീനറിയിൽ രേഖപ്പെടുത്താൻ പാടുള്ളൂ. റിപ്പയറിംഗ് ഒക്കെ രേഖപ്പെടുത്തേണ്ടത് ഏതാണ്, വേജസ് അക്കൗണ്ടിലാണ് എന്താ വേണ്ടത്, രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ രേഖപ്പെടുത്തി എങ്ങനെയാണെന്നറിയോ, മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രേഖപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്, വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി ഇങ്ങനെയാണ് വേണ്ടത്. വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ എന്താക്കണം, മെഷീനറി ഇവിടെ അനാവശ്യമായിട്ട് ഡെബിറ്റ് ചെയ്ത മെഷീനറിന് എന്താക്കണം, ക്രെഡിറ്റ് ഭാഗത്തേക്ക് കൊണ്ടുവരണം ടു മെഷീനറി. എന്നിട്ട് എന്താക്കണം, മറ്റേ ഡെബിറ്റ് ഭാഗത്തേക്ക് എത്തിക്കണം. സിമ്പിളാണ്. ഫർണിച്ചർ പർച്ചേസ് 5000 ഫർണിച്ചർ വാങ്ങിയിട്ട് പർച്ചേസ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ, ഫർണിച്ചർ എന്നുള്ള സാധനം ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റിനെ പർച്ചേസ് അക്കൗണ്ട് എന്നുള്ള പേരിലല്ല ചേർക്കേണ്ടത്. പിന്നെ ആ ഫിക്സഡ് അസറ്റിൻ്റെ പേരെന്താണോ ആ പേര് തന്നെ എന്താക്കണം, ചേർക്കണം. ഇനി ഇവിടെ 2025 ചോദ്യം, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് ഐറ്റംസ് ആർ ഷോൺ ആസ് ഡെബിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ ട്രയൽ ബാലൻസ്. താഴെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഡെബിറ്റ് ഭാഗത്താണോ ക്രെഡിറ്റ് ഭാഗത്താണോ എന്ന് പറയാനാണ് പറഞ്ഞത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് നമ്മൾ ബാങ്കിൽ നിന്ന് കൂടുതൽ പൈസ ഇങ്ങോട്ട് എടുത്തു തന്നാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ലാബിലിറ്റിയാണ്. ലാബിലിറ്റി ക്രെഡിറ്റ് ഭാഗത്താണ് ഉണ്ടാകുക. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കുകളാണ്, അത് കറണ്ട് അസറ്റാണ്. കസറ്റ് എന്നാണ് ഡെബിറ്റ് ഭാഗത്ത് ഉണ്ടാവുക. അടുത്ത ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മുതലാളി ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന പൈസയാണ്, ബിസിനസ്സിൻ്റെ ബാധ്യതയാണ് ആ പൈസ മുതലാളിക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ബാധ്യതയാണ്, ക്യാപിറ്റൽ ക്രെഡിറ്റ് ഭാഗത്ത് ഉണ്ടാവുക. 2 റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ പൈസ കിട്ടിയെന്നാണ്, കിട്ടിയ പൈസ എന്താണ്, ഇൻകമാണ്, ഇൻകം ക്രെഡിറ്റ് ഭാഗത്ത് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്യട്ടോ. 1 2 3 4 സാധനം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. കടത്തിന് മായൻ്റെന്ന് വാങ്ങി, സാധനം വാങ്ങി, അത് മായൻ്റെ 2500 റുപ്യക്ക് വാങ്ങിയത് എന്താക്കിയെന്നോ 500 റുപ്യക്കാണ് എന്തായത്, 500 റുപ്യാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2500 റുപ്യക്കാണ് എന്തായത് വാങ്ങിയത്, പക്ഷെ 500 റുപ്യാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഏതാ സാധനം എന്നറിയോ, അണ്ടർ കാശാണ് കേട്ടോ, അത് മനസ്സിലാക്കുക. അണ്ടർ കാസ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് പർച്ചേസ് മെഷീനറി 8000 ഹാസ് ബീൻ എൻറ്റേർഡ് ഇൻ ദ പർച്ചേസ് ബുക്ക്. ഇവിടെ മെഷീനറിയാണ് വാങ്ങിയത്, ഫിക്സഡ് അസറ്റാണ്, പക്ഷേ രേഖപ്പെടുത്തിയ എവിടെയാണ്, പർച്ചേസ് ബുക്കിലാണ്. അപ്പോൾ അതും എന്താക്കുക, ഒന്ന് നോക്കുക. അടുത്തത് പെയ്ഡ് വേജസ് നോട്ട് റെക്കോർഡ്. നോട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, രേഖപ്പെടുത്തിയില്ല എന്നാണ്. അപ്പോൾ ആ എൻട്രി നേരെ എന്താക്കിയാൽ മതി, അങ്ങോട്ട് എഴുതിയാൽ മതി. അടുത്ത ഇവിടെ അണ്ടർ കാസ്റ്റ് 1000. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഐഡൻറ്റിഫൈ. ഇവിടെ എന്താക്കണം നിങ്ങൾ, ഇത് ഏതൊക്കെ ഈ തെറ്റുകളൊക്കെ ഏതൊക്കെ ടൈപ്പ് തെറ്റുകളാണെന്നും കൂടെ എന്താക്കണം, നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെന്തുണ്ട്, മാർക്കുണ്ട് കേട്ടോ. ഒന്നാമത്തത് പിന്നെ
2500 ഉള്ളത് 500 എഴുതിയെന്നാ, ഇത് എറേഴ്സ് ഓഫ് കമ്മീഷനാണ്. രണ്ടാമത്തത് മെഷീനറി വാങ്ങിയത് പർച്ചേസ് ബുക്ക് രേഖപ്പെടുത്തി എന്നുള്ളതാണ്, ഇത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പളാണ്. ഇത് നോട്ട് റെക്കോർഡ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കീവേഡ് നോക്കി വെച്ചാൽ എന്താക്കാൻ പറ്റും, ഏറെക്കുറെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നോട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഒമിഷനാണ്. പിന്നെ കുറച്ച് എഴുതി, അതായത് എമൗണ്ട് മാറി തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം, അതെന്താണ്, കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ നോക്കി വെച്ചാൽ തന്നെ ഏറെക്കുറെ ആ ചാപ്റ്ററിലുള്ള മാർക്കുകൾ നിങ്ങൾക്ക് പിടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. 2022 മുതലുള്ള സാധനങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.